നമസ്കാരം. ഇറാനുമായുള്ള സംഘർഷം രൂക്ഷമായി തുടരുന്നതിനിടെ ഇറാനെ പിടിച്ചടക്കുക എന്ന ലക്ഷ്യത്തോടെ അമേരിക്കയുടെ ഓരോ നീക്കവും ശക്തമാക്കുകയാണ്. എന്തായാലും ഈ ലക്ഷ്യത്തിന്റെ ഭാഗമായി അമേരിക്ക US നാവികസേനയുടെ ആധുനിക ആംബിഫിയസ് ആക്രമണ കപ്പലായ USS ട്രിപ്പോളി പശ്ചിമേഷ്യയിൽ എത്തിയിരിക്കുകയാണ്. USS ട്രിപ്പോളി തങ്ങളുടെ പ്രവർത്തന പരിധിയിൽ എത്തിച്ചേർന്നതായും US സെൻട്രൽ കമാൻഡ് പ്രസ്താവനയിൽ വ്യക്തമാക്കിയിരുന്നു. 2500 മറീനുകൾ ഉൾപ്പെടെ 3500-ലധികം സേനാ അംഗങ്ങളുമായിട്ടാണ് കപ്പൽ പശ്ചിമേഷ്യയിലെത്തിയത്. ജപ്പാനിലായിരുന്നു ഈ കപ്പൽ 2 ആഴ്ച മുമ്പ് പ്രത്യേക നിർദ്ദേശത്തെ തുടർന്ന് ഇറാൻ ദൗത്യത്തിന്റെ ഭാഗമാകാനായി പശ്ചിമേഷ്യയിലേക്ക് തിരിച്ചത്. ഒരു ഭാഗത്തെ പെന്റഗൺ ഇറാനിൽ കരയാക്രമണത്തിന് തയ്യാറെടുപ്പുകൾ നടത്തുന്നതിനിടെയാണ് കരയിലും കടലിലും സൈനിക നീക്കങ്ങൾക്ക് പിന്തുണ നൽകാനായി രൂപകൽപ്പന ചെയ്ത USS ട്രിപ്പോളി മേഖലയിലേക്ക് എത്തിച്ചേർന്നത് എന്നത് ശ്രദ്ധേയമാണ്. 3500-ഓളം സേനാ അംഗങ്ങൾക്ക് പുറമെ F-35 സ്റ്റെൽത്ത് ഫൈറ്റർ ജെറ്റുകൾ ഉൾപ്പെടെയുള്ള യുദ്ധോപകരണങ്ങളും കപ്പലിൽ എത്തിച്ചിട്ടുണ്ട്. ഇതിന് പിന്നാലെയാണ് ഇറാനിൽ ആഴ്ചകളോളം നീണ്ടു നിൽക്കുന്ന കരയുദ്ധത്തിന് പെന്റഗൺ തയ്യാറെടുക്കുന്നു എന്ന് വാഷിംഗ്ടൺ പോസ്റ്റ് വന്നത്. എന്നാൽ കരസേനയെ വിന്യസിക്കാനുള്ള പദ്ധതികൾക്ക് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അംഗീകാരം നൽകുമോ എന്നത് ഇപ്പോഴും അനിശ്ചിതമായി തുടരുകയാണ്. അതേസമയം US ഉദ്യോഗസ്ഥരിൽ നിന്നുള്ള വിവരമനുസരിച്ച് നിലവിലെ പദ്ധതികൾ സൂചിപ്പിക്കുന്നത് കരയുദ്ധം എന്നത് പൂർണ്ണമായ അധിനിവേശമായിരിക്കില്ല, മറിച്ച് പ്രത്യേക ദൗത്യ സംഘവും കരസേനയും സംയുക്തമായുള്ള ഒരു ആക്രമണമായിരിക്കും എന്നാണ്. നിലവിൽ കരസേനയുടെ സഹായമില്ലാതെ തന്നെ ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ അമേരിക്കയ്ക്ക് സാധിക്കുമെന്നാണ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ വ്യക്തമാക്കിയത്. എന്നാൽ പ്രസിഡന്റ് ട്രംപിന് സാധ്യമായ എല്ലാ സാഹചര്യങ്ങൾക്കും തയ്യാറെടുക്കേണ്ടതുണ്ട് എന്നും അടിയന്തര ഘട്ടങ്ങളിൽ പ്രസിഡന്റിന് പരമാവധി സാധ്യതകളും സാഹചര്യങ്ങളോട് പ്രതികരിക്കാനുള്ള പരമാവധി അവസരവും നൽകാൻ അമേരിക്കൻ സേന സജ്ജമായിരിക്കുമെന്നും അവർ കൂട്ടിച്ചേർത്തു. ചർച്ചകൾ നടക്കുന്നുണ്ട് എന്ന് ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെടുമ്പോഴും സംഘർഷം കൂടുതൽ സങ്കീർണമാകുന്ന സാഹചര്യത്തിലാണ് കാര്യങ്ങൾ പോകുന്നത്. സൗദി അറേബ്യയിലെ പ്രിൻസ് സുൽത്താൻ എയർബേസ് ലക്ഷ്യമാക്കി ഇറാൻ ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളും വർഷിച്ചതോടെ പെന്റഗൺ കൂടുതൽ തയ്യാറെടുപ്പുകൾ നടത്തുന്നു എന്നാണ് US മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ ആക്രമണത്തിൽ ചുരുങ്ങിയ 10 US ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റിട്ടുണ്ട്. യമനിൽ ഇറാൻ പിന്തുണയുള്ള ഹൂത്തികൾക്ക് കൂടി ഈ തർക്കത്തിലേക്ക് പ്രവേശിച്ചതും പ്രതിസന്ധി കൂടുതൽ രൂക്ഷമാക്കിയിരിക്കുകയാണ്.